ശ്രദ്ധിക്കുക, ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരോടും കൂടിയിട്ട് പറയണേ. ഒരു കാര്യം ശ്രദ്ധിക്കണം. നോക്ക് അതാരാ അതിൻ്റെ ഉള്ളിൽ ഇല്ല. ആ ഗ്രൂപ്പുകൾ നിൽക്ക് അങ്ങനത്തെ നിൽക്ക്. റെഡി? അങ്ങനത്തെ നിൽക്ക്. ഗ്രൂപ്പ് നിൽക്ക്. ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ഡ്രിബിൾ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ ചോദിക്കാട്ടോ? ഞാൻ എല്ലാവരോടും ആമായിട്ടാണ് ചോദിക്കണത്. ഇങ്ങനെയാണോ ഡ്രിബിൾ ചെയ്യേണ്ടത്? ഇങ്ങനെ ഡ്രിബിൾ ചെയ്യേണ്ടത്? എങ്ങനെ? അപ്പൊ ഇങ്ങനെ ഡ്രിബിൾ ചെയ്താ എന്താ പ്രശ്നം? ഇങ്ങനെ ഡ്രിബിൾ ചെയ്താ ഇങ്ങനെ ഡ്രിബിൾ ചെയ്താ എന്താ പ്രശ്നം? അല്ല, ഇപ്പൊ ഇങ്ങനെയാണോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഡ്രിബിൾ ചെയ്യണിച്ചെങ്കിൽ നോക്കി ഞാൻ ഇങ്ങനെ ഡ്രിബിൾ ചെയ്യിച്ച് പിന്നെ എന്തുണ്ടാവുക കണ്ടോ? പിന്നെ ഈ കാലം കൊണ്ട് ഇങ്ങനെ തട്ടണം. വേണ്ടേ? ഈ ബോൾ എങ്ങോട്ട് ഈ സൈഡ് കൊണ്ട് തട്ടുമ്പോ പോവുക? സൈഡിക്കാ പോവാ. നേരെ ഇങ്ങനെ തട്ടുമ്പോ എങ്ങനെ പോവാ? ഇങ്ങനെ തട്ടുമ്പോ എങ്ങോട്ടാ പോവാ? മെസ്സിയൊക്കെ എങ്ങനെ ഡ്രിബിൾ ചെയ്യാ? മെസ്സിയൊക്കെ ഇങ്ങനെ ഈ ഔട്ട്സൈഡ് ഫുട്ട് കൊണ്ടാണ് മെസ്സിയൊക്കെ ഡ്രിബിൾ ചെയ്യുക. അല്ലല്ല. അപ്പൊ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നത്? ആ ഭാഗം കൊണ്ട് ഡ്രിബിൾ ചെയ്യുക. മനസ്സിലായിണ്ടോ? ഇങ്ങനെ ഡ്രിബിൾ ചെയ്യരുത്. ഇങ്ങനെ ഇല്ല. രണ്ട് കാലം യൂസ് ചെയ്ത് ഡ്രിബിൾ ചെയ്യണം. അപ്പൊ എന്താണെന്നറിയോ? ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്തണമെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെ സമയം എടുക്കും. ഇതാവുമ്പോഴോ ഇതുണ്ടോ ഇങ്ങനെ. ഓക്കെ. പിന്നെ ഞാൻ ഏതുവരെയാണ് പറഞ്ഞത്? ഈ ഷെയ്ഡ് വരെ. അതുവരെ പോരുത്. ഇവിടുന്ന് എന്ത് ചെയ്യണം? തിരിയണം. ഇങ്ങോട്ട് തന്നെ കൊടുന്നു കൊടുക്കണം. ഓക്കെ, റെഡി? ഇനി സാബിത്ത് കുറച്ച് നോക്കൂട്ടോ. ബോളിരിക്കല്ലേ നീക്ക്. ടേണി അങ്ങനെ സ്റ്റോപ്പ് ചെയ്യരുത് ബോള്. ബോൾ അങ്ങനെ എടുത്തരുത്. ടേൺ ചെയ്യാനെ പോ അവിടെ കൊണ്ടെടുക്ക. അവിടെ ജോയിൻ ചെയ്യും. അൻസ് ടേണി അങ്ങനെ ടേണിയല്ലേ? നേരെ ടേണി. ഇസോ ബോൾ കൊടുക്ക്. ഇസോ ബോൾ കൊണ്ട് കൊടുക്ക്. കൈകൊണ്ടല്ല, കാലുണ്ട് കളിക്ക്. അങ്ങനെ തന്നെ. ബോൾ അങ്ങനെ തട്ടി ഓടാൻ പാടില്ല. ബോൾ മെല്ലെ തട്ടിപ്പോ. ടേണി മെല്ലെ തട്ട്. ബോൾ മെല്ലെ തട്ട്. കൺട്രോളിൽ വേണം. ടേണി കൊടുക്ക്. പോ. അതന്നെ